ജന്തർ മന്ദിറിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന് RSSന്റെ വക്താവ് അവരുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ അതിൻ്റെ ഒരു സെല്ലുണ്ട് അവർക്ക്, ഇന്റലക്ച്വൽ സെല്ല്. അതിൻ്റെ കൺവീനറായ TG മോഹൻദാസ് പരസ്യമായി പറയുന്ന കാര്യമാണ് നമ്മളെല്ലാം കേട്ടത്. അക്രമത്തിനും കൂട്ടക്കൊലക്കുമുള്ള ആഹ്വാനം ജനാധിപത്യ സമൂഹത്തെ ലജ്ജിപ്പിക്കുന്നതാണ്. ജനാധിപത്യപരമായി സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത VD സതീശൻ സർക്കാർ TG മോഹൻദാസിനെതിരെ കലാപാഹനം നടത്തിയിട്ടുള്ളവർക്കെതിരെ ഇപ്പോഴും കേസെടുക്കാൻ മടിച്ചു നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. പ്രതിഷേധിക്കുന്നവർക്ക് അവരെ നേരിടാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ജന്തർ മന്ദിറിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്ത് കൊല്ലപ്പെട്ടവരെയും പരിക്കുപറ്റിയവരെയും പെറുക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. കുറെ പേർ മരിക്കും, അതുപോലെ തന്നെ പലർക്കും പരിക്കുപറ്റും. ആ ശവങ്ങളും അതുപോലെ പരിക്കുപറ്റിയവരെയെല്ലാം ആശുപത്രിയിലേക്ക് ആക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ സമാധാനപരമായി ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലുമെന്ന അതിനു വേണ്ടിയുള്ളൊരു ആഹ്വാനം, അത് രാഷ്ട്രീയമായ ഒരു ഇടപെടൽ എന്ന രീതിയിലല്ല, ഗൗരവമുള്ള, ഞെട്ടിപ്പിക്കുന്ന, അസാധാരണമായ ഒരു അഭിപ്രായ പ്രകടനം എന്ന രീതിയിലാണ് കാണുന്നത്. സ്ത്രീകളോട് വളരെ വ്യക്തതയോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പറഞ്ഞു വെക്കുന്നത് ബലാത്സംഗം ഉൾപ്പെടെയുള്ളവ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നവരിൽ നിന്നും, അതേപോലെ തന്നെ നമുക്കറിയാം ഗുജറാത്ത് കലാപം, അദ്ദേഹം അതും കൂടി വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് നേരെയുള്ള കലാപം, ഗുജറാത്തിൽ ഗർഭിണികളായ സ്ത്രീകളെ ശൂലത്തിൽ വയറ് കുത്തിക്കീറി, കുട്ടികളെ ശൂലത്തിൽ തറച്ച്, ഓങ്കാളി ഭദ്രകാളി വിളിച്ച് തീയിൽ ചുട്ടുകരിച്ച ഗുജറാത്ത് സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളെ യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അവരുടെ സമരായുധമായി ഉപയോഗിക്കുന്ന നിലപാടിനെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ചരിത്രത്തിന്റെ ഭാഗമായി. അത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, എന്ന് പറഞ്ഞാൽ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദി അതായിരുന്നു ഇപ്പോഴും ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് മോഹൻദാസിന്റെ പരസ്യമായ ആഹ്വാനം. സ്ത്രീകൾക്ക് നേരെയുള്ള പരാമർശം, ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണ് ഇവർ എന്നാണ് സ്ത്രീകൾ, ഈ കുട്ടികൾ. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരായി കേരളം ശക്തിയായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ വിവിധ മേഖലയിൽ സ്ത്രീകളും യുവാക്കളും എല്ലാം തന്നെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലുടനീളം ഈ RSSന്റെ കൊലവിളി രാഷ്ട്രീയത്തിനെതിരായി, ഇത് ഫാസിസത്തിന്റെ ഒരു നേർപകർപ്പാണ്. ഹിറ്റ്ലറുടെ മനസ്സ് അതാണ് ഈ RSS കൈകാര്യം ചെയ്യുന്നത്. സംഘപരിവാർ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം അതാണ്. അതിനെതിരായി ജനാധിപത്യ വിശ്വാസികളാകെ അതിശക്തിയായിട്ട് പ്രതിഷേധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിനെതിരായുള്ള ക്യാമ്പയിൻ കേരളത്തിലുടനീളം ശക്തിപ്പെടുത്തണം.
ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് കുട്ടികൾക്ക് നേരെ കേസെടുത്തിരിക്കുകയാണ്. കണ്ണൂരിലെ വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ വി ഡി സതീശന് ഇന്ത്യയിലാകെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അതിന്റെ ഭാഗമായ അടിച്ചമർത്തലുകൾക്കൊപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ ഉള്ള മനസ്സാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത്. അതുകൊണ്ട് ഈ കലാപ ആഹ്വാനം നൽകിയിട്ടുള്ള RSSന്റെ പ്രധാനപ്പെട്ട വക്താവിനെതിരായി ശക്തിയായ കേസ് എടുത്ത് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.